ന്യൂസ് 18-ലൂടെ സുദേവ് നായർ തുറന്നടിച്ചതിന് പിന്നാലെ നിർമ്മാതാവ് അർജുൻ രവീന്ദ്രൻ രംഗത്ത്. വിടുവായുത്തം പറയുന്ന നടനെന്നാണ് വിമർശനം. സുദേവ് നായർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് നിർമ്മാതാവ് പറഞ്ഞു. അർജുൻ രവീന്ദ്രനെതിരായ സുദേവിന്റെ പരാമർശത്തിലേക്ക് ആദ്യം പോകാം. ഡബ്ബിങ്ങിൻ്റെ സമയത്തായാലും പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആസ് പെർ മൈ കോൺട്രാക്ട് ഐ സെഡ് ഇത് കിട്ടാണ്ട് ഞാൻ ഡബ് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ ഒന്ന് ആലോചിച്ച് നോക്കി. പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറയുന്നത് ഇമെയിൽ അയച്ചിരിക്കുന്നു ഇൻ റൈറ്റിംഗ്. Then since you are not available, we will dub with someone else whose voice closely matches yours. Okay. It's like a veiled threat. Thankfully, Shan director said, വഴിയേയില്ല, അങ്ങനെ പോവാണെങ്കിൽ ഞാനത് കോപ്പറേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ലെറ്റ് ദാറ്റ് ഹാപ്പൻ പറഞ്ഞു. ഈവൻ സി ദ എക്സിക്യൂട്ടീവ് വാസ് വർക്കിംഗ്. ഹി ഓൾസോ സെഡ് അങ്ങനെ ഞാനല്ല, സീലൻ ആരും അത് അലൗ ചെയ്യില്ല. ഇപ്പോൾ സുദേവിൻ്റെ പെർഫോമൻസും വോയിസും കാരണമാണ് ദ ഷോ ലുക്സ് ദ വേ ഇറ്റ് ഇസ്. അതിലിപ്പോൾ വോയിസ് 50% ഇസ് ദ പെർഫോമൻസ് ഓഫ് ദി ആക്ടർ. അത് തന്നെ നമ്മൾ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാക്കി എന്തെന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഹി ഹാഡ് ടു കൺസീഡ്. ബട്ട് എനിക്ക് എന്നാലും അമൗണ്ട് തന്നില്ല. പക്ഷേ കുറേ പ്രോമിസസ് ചെയ്തു, എനിക്കിപ്പോൾ ഇല്ല, ഞാൻ പിന്നെ തരാം, റിലീസിന് ശേഷം തരാം, ഇങ്ങനെ തരാം, അങ്ങനെ തരാം. എന്നിട്ട് അവസാനം ഫൈനൽ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കോൺട്രാക്റ്റിൽ മാറ്റി റിലീസിൻ്റെ 1 മന്തിന് ശേഷമുള്ള എന്തോ ഡേറ്റ് ഇട്ടിട്ട് അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തു. പിന്നെ ഞാനും ബലം പിടിച്ചില്ല. ഞാൻ എന്തായാലും പ്രൊജക്റ്റിന് വേണ്ടി ഇറങ്ങിയത് പൈസയ്ക്ക് വേണ്ടിയല്ല. പ്രോജക്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ആൾക്കാർ ചെയ്ത്, അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷായി ഒന്ന് പുറത്ത് വരട്ടെ. അതാണ് മെയിൻ. നമ്മൾ എല്ലാവരും ആക്ച്വലി ആലോചിക്കണം അങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതിൽ ഇൻവോൾവ് ആയിട്ട് എല്ലാവരും ആലോചിക്കണം പ്രൊജക്റ്റ് ഒന്ന് വരട്ടെ, എൻ്റെ പേയ്മെൻറ്റ് ഞാൻ പിന്നെ നോക്കിക്കോളാം. പക്ഷേ ഇപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ വന്നു ഹു ഹാസ് നോ കെയർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഇപ്പോൾ എൻ്റെ വോയിസ് റീപ്ലേസ് ചെയ്തു വേറെ ആളുടെ വോയിസ്, ക്വാളിറ്റി മോശം, അയാൾക്കും അതിൻ്റെ ബോധറേഷനില്ല. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണ ആക്ച്വലി ബഡ്ജറ്റ് ഓവർ ഷൂട്ടായി, ബിക്കോസ് നമ്മുടെ DOP കുറേ സമയം എടുക്കുന്നു ലൈറ്റ് ചെയ്യാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് എൻ്റെ അടുത്ത് പയ്യന്മാരുണ്ട് വേറെ, നമുക്ക് അവർ പെട്ടെന്ന് ഇത് മൂവ് ഓൺ ചെയ്യും. പക്ഷേ പ്രകാശേട്ടനെ എന്നെ എടുക്കണമായിരുന്നു, ഷാനിന്. ഞാൻ വിചാരിക്കണ പുള്ളിക്ക് ഒന്നാമത് ബഡ്ജറ്റില്ല, റിസോഴ്സ് 4 ആൾക്കാരുടെ ഒരു ടീമുള്ളൂ. ഈ 4 പേര് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമുണ്ട് റെസ്റ്റ് ചെയ്യാൻ, ഒരു ഗ്യാപ്പ്. ഇവർക്ക് ഗ്യാപ്പൊന്നുമില്ല. ഇവർ ഗ്യാപ്പില്ലാണ്ട് കണ്ടിന്യൂസ് ഇത്രയും കുറവ് ആൾക്കാർ റിസോഴ്സുകളിൽ വലിയ ലൈറ്റ് സ്റ്റാൻഡും ഹെവി ആയിട്ടുള്ള എക്വിപ്മെൻറ്റൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അവരോട് ഗ്രാറ്റിറ്റ്യൂഡാണ് തോന്നുന്നത്. നിങ്ങൾ കാരണം ഫ്രെയിംസ് സിനിമാറ്റിക് ആയിട്ട് വരുന്നു, അതിന് സമയമെടുക്കും, ലൈറ്റപ്പ് ചെയ്യാൻ സമയമെടുക്കും. വലിയ ടീമുണ്ടെങ്കിലും കൂടി സമയമെടുക്കും. ഇത് 4 പേര് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും സമയമെടുക്കും. അവർ സൊല്യൂഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോബ്ലത്തിന്. അതിനെ പ്രോബ്ലമായിട്ട് എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് ഹീസ് നോട്ട് റിയലൈസിങ്. അയാളുടെ വിചാരം അയാൾ എന്തോ ഒരു ഡയഗ്നോസിസ് ചെയ്ത് എനിക്ക് പ്രസൻറ്റ് ചെയ്താൽ ഞാൻ ഇംപ്രസ് ആയി പോകുന്നത്. അത്ര അവയർനെസ്സേ ഉള്ളൂ. അത്ര അവയർനെസ്സും അത്ര കെയർ ഉള്ളൂ ഫൈനൽ പ്രൊഡക്റ്റിനെ കുറിച്ച്. ഹരി വിവരങ്ങളുമായി ചേരുന്നു. ഹരി, ഇത് വിവാഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിചിതമാണ്. ഇതിപ്പോൾ എന്താണ് പ്രൊഡ്യൂസറുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, നമുക്ക് സുദേവ് നായർ നൽകിയ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിലാണ് സുദേവ് ഇക്കാര്യം തുറന്നടിക്കുന്നത്. നിർമ്മാതാവായ അർജുൻ രവീന്ദ്രൻ തനിക്ക് പറഞ്ഞ പൈസ തന്നിട്ടില്ല. കമ്മട്ടം എന്ന വെബ് സീരീസിൽ അഭിനയിച്ചതിൽ 60% പണം മാത്രമാണ് തന്നത്. 40% വേണ്ടിയിട്ട് പിന്നാലെ ചോദിച്ചതിന് ശേഷം ഡബ്ബിങ്ങും കഴിഞ്ഞ് പ്രൊമോഷൻ ഇവന്റ്സും കഴിഞ്ഞിട്ട് പങ്കെടുത്തിട്ട് തരാം, 1 മാസത്തിനുള്ളിൽ തരാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് ഉണ്ടായില്ല എന്നാണ് സുദേവ് നായർ പറയുന്നത്. സുദേവിന് മാത്രം പ്രശ്നമല്ല, മറ്റ് ടെക്നീഷ്യൻസിന് ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും ഉണ്ടായിരുന്നു എന്ന് സുദേവ് പറയുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് അർജുൻ പറയുന്നത്, വിടുവായിത്തരം പറയുന്ന നടനാണ്, മരമണ്ടൻ എന്ന് പോലും വിളിക്കാൻ കഴിയില്ല, അങ്ങനെ തുടങ്ങിയ ഭാഷകളാണ് അർജുൻ ഇതിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ടോക്സിക് സിനിമ 26-ാം തീയതി റിലീസ് എത്തുകയാണ്. അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മറ്റൊരു നിർമ്മാതാവിന്റെ നെഞ്ചത്ത് കയറിയിട്ടല്ല എന്ന വാക്കുകളും അർജുൻ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ പറയുന്നത്, ടോക്സിക് സിനിമയിൽ സഹനടനായിട്ട് അഭിനയിക്കുമ്പോൾ ആ സഹനടനെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ഈ രീതിയിലല്ല മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടേണ്ടത്, മറ്റൊരു നിർമ്മാതാവിനെ പറ്റി അപഹാസ്യം പറയുന്ന രീതിയിൽ എത്തേണ്ടതല്ല പറയുന്നത് എന്നും കൂടി പറയുന്നു. മാത്രമല്ല, ശക്തമായ രീതിയിൽ
മുന്നോട്ട് പോകും. സുദേവ് നായർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നതും കൂടി പറയുന്നുണ്ട്. നിർമ്മാതാവിന്റെ കയ്യിൽ, തന്റെ കയ്യിൽ നിന്ന് കാശും ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് ടോക്സിക് എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ഷെഡ്യൂളിനനുസരിച്ച് തന്റെ ഈ വെബ് സീരീസിന്റെ ഷെഡ്യൂളുകളും പൂർത്തിയാക്കി. 65 ലക്ഷം മാത്രമുള്ള ബഡ്ജറ്റിലുള്ള വെബ് സീരീസിൽ നികുതി ഉൾപ്പെടെ 10 ലക്ഷം എന്ന അഗ്രിമെന്റ് ഒപ്പിട്ട് അതിൽ 7 ലക്ഷം രൂപ റൊക്കം തുക കൈപ്പറ്റുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകരുടെ ശമ്പളം കൊടുക്കണ്ട എന്ന് സുദേവ് നായർ ഉൾപ്പെടെ പറഞ്ഞതായിട്ടും അർജുൻ പറയുന്നുണ്ട്. അങ്ങനെ നിർമ്മാതാവും ഒരു വെബ് സീരീസിന്റെ നിർമ്മാതാവും അതിലെ പ്രധാന നായകനും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്, സോഷ്യൽ മീഡിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമായും സുദേവ് നടത്തിയ ഈ വെളിപ്പെടുത്തൽ അതൊരു വലിയ ഷോക്കിംഗ് ആയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ അർജുൻ ഈ മറുപടി പറയുമ്പോൾ ഈ വെബ് സീരീസിലൂടെ മാത്രമല്ല, ഈ നിർമ്മാതാവിന്റെ പേരിൽ ഇതിന് മുമ്പും അലിഗേഷൻസ് ഉണ്ടായതായിട്ട് സുദേവിന്റെ വെളിപ്പെടുത്തലിലൂടെ തുറന്നു പറയുന്ന പശ്ചാത്തലത്തിലാണ് അർജുൻ ഇപ്പോൾ ഒരു വലിയ മറുപടിയുമായിട്ട് രംഗത്തെത്തുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് സുദേവ് പറയുന്നത് ഈ പ്രൊമോഷന് പിന്നാലെ 1 മാസം കഴിഞ്ഞിട്ട് പണം തരാമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമോ വ്യവസ്ഥയോ ഇല്ല. മറ്റാർക്കൊക്കെ ടെക്നീഷ്യൻസിന് പണം കൊടുക്കാനുണ്ടെന്ന് സുദേവ് നായർ വെളിപ്പെടുത്തണം. കാരണം എല്ലാ ടെക്നീഷ്യൻസിനും പണം കൊടുത്തതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു മറുപടിയുമായിട്ട് എത്തുന്നത്? സുദേവിന്റെ പേയ്മെന്റിൽ 3 ലക്ഷങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. 65,000 രൂപയാണ് പണം കൊടുക്കാനുള്ളത്. അതിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എത്തിയിരുന്നു എന്നാണ് അർജുൻ രവീന്ദ്രൻ തുറന്നടിക്കുകയും ചെയ്തത്. അങ്ങനെ നിർമ്മാതാവ് ഒരു കാര്യം പറയുന്നു, പ്രധാന നടൻ മറ്റൊരു കാര്യം പറയുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതൊരു പ്രൊമോഷൻ ടാക്ടിക്കും സ്റ്റണ്ടും മാത്രമാണ് സുദേവ് ഇത് ചെയ്യുന്നതെന്നും വിടുവായിത്തരം പറയുന്ന ഒരു നടൻ മാത്രമാണ് സുദേവ് എന്നതും. ശരി, ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.